അപ്പം എനിക്കിഷ്ടമുള്ള പോലെ ഫോട്ടോ പിടിക്കും, ഫോട്ടോ എടുക്കും, ഫോട്ടോ ഇവിടെ പുറകെ വെച്ച് ചിലപ്പോൾ റീൽ ചെയ്യും. ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, കാരണം ഇറ്റ്സ് മൈ ഹസ്ബൻഡ്. ഓക്കെ, അല്ലാതെ നിങ്ങളാരുടെ ഭർത്താക്കന്മാരുടെ ഫോട്ടോ പിടിച്ച് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇറ്റ്സ് മൈ ഹസ്ബൻഡ്, കൊല്ലം സുധി. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊക്കെ ടോപ്പിക്ക് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും രേണുസുധി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റ് ഒരു ദിവസം സംസാരിച്ചില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ഞാൻ തുടങ്ങുന്നത് ഒരു പോസ്റ്റിൽ നിന്നാണ്. പോസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. രേണുസുധിയുടെ ഇൻസ്റ്റഗ്രാമിൽ ആൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഒരിക്കൽ ഞാൻ അങ്ങ് പോകും, നിങ്ങൾ പറയുന്ന ഈ കോമാളിത്തരത്തിൻ്റെ വേഷം, ഈ ഒന്നാമത്തെ ആൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കോലാമിത്തരത്തിൻ്റെ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഉദ്ദേശിച്ചത് കോമാളിത്തരത്തിൻ്റെ വേഷം പാതി വഴിയിൽ അഴിച്ചു വെച്ച്. അന്ന് തൊട്ട് നിങ്ങൾ കുറച്ച് വ്ളോഗേഴ്സ് നെഗറ്റീവ് ഓളികൾ എന്ത് ചെയ്യും എൻ്റെ ഒരു കണ്ടന്റ് കിട്ടാതെ? നോക്കാം, അപ്പോൾ പുതിയ ഏതേലും രേണുസുധിമാർ വരുമായിരിക്കുമല്ലേ. ഇതാണ് പോസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നതിൽ ചെറിയൊരു ട്രബിൾ വന്നിട്ടുള്ളത്. ആൻഡ് ആദ്യത്തെ ഒരു കാര്യം, രേണുസുധി പോകും എന്ന് പറയുന്നത് രേണുസുധി മാത്രമല്ല, ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ മരണം എന്ന് പറയുന്നത് സംഭവിക്കും. അത് രേണുസുധിക്കും സംഭവിക്കും, അല്ലാണ്ട് എല്ലാവർക്കും സംഭവിക്കും. ഓക്കെ, പോകേണ്ട സമയത്ത് പോകേണ്ട രീതിയിൽ പോകേണ്ട പോലെ തന്നെ എല്ലാവരും പോവുകയും ചെയ്യും. ഇനി അന്ന് തൊട്ട് നിങ്ങൾ കുറച്ച് വ്ളോഗേഴ്സ് നെഗറ്റീവ് ഓളികൾ, ഞങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ഓളികളല്ല. നല്ലത് ചെയ്താൽ നല്ലതെന്ന് അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്താൽ തെറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. രേണുസുധി ചെയ്യുന്നതിൽ തെറ്റ് കണ്ടുപിടിക്കുന്ന ആളല്ല ഞങ്ങൾ. നല്ല രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ അതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും? ചെയ്യുന്നത് ഫുൾ നെഗറ്റീവ് കണ്ടന്റ് ആയതുകൊണ്ടാണ് തെറ്റ് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് വളരെ ഫാസ്റ്റ്ലി പറ്റുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഈ പാവം വ്ളോഗേഴ്സിനെ നെഗറ്റീവ് ഓളികൾ എന്ന് പറയുന്നത്? നെഗറ്റീവ് കണ്ടന്റ് ഇടുന്ന രേണുസുധിയുടെ കോണ്ടന്റ് വെച്ച് നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്ന ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഓക്കെ. എൻ്റെ ഒരു കണ്ടന്റ് കിട്ടാതെ രേണുവിൻ്റെ കണ്ടന്റ് ഇല്ലെങ്കിൽ 100,000 കണ്ടന്റ് ഉണ്ട്. രേണുവിൻ്റെ കണ്ടന്റ് മാത്രമല്ല, രേണുവിന് അത്രത്തോളം ഹെയ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ രേണുവിൻ്റെ കണ്ടന്റ് ഇട്ടാൽ കാണാൻ ഒരുപാട് പേര് വില്ലിങ് ആയതുകൊണ്ടാണ് രേണുവിൻ്റെ കോണ്ടന്റ് നമ്മൾ ചെയ്യുന്നത്. രേണുവിൻ്റെ കോണ്ടന്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിലധികം കോണ്ടന്റുകൾ അവൈലബിൾ ആണ്. നോക്കാം, അപ്പോൾ പുതിയ ഏതേലും രേണുസുധിമാർ വരും? നോ, നെവർ. രേണുസുധീനെ പോലെ അതപ്പതിക്കാൻ കഴിവുള്ള ഒരാൾ ഇപ്പം കറണ്ട്ലി സോഷ്യൽ മീഡിയയിലില്ല. അതുകൊണ്ട് തന്നെ പുതിയ രേണുസുധി വരും എന്നൊരു പ്രതീക്ഷയില്ല. രേണുസുധി തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ മീഡിയ അറ്റൻഷനൊക്കെ മാറുമ്പോൾ വീണ്ടും പല സ്ട്രാറ്റജികളായി വരും എന്നുള്ളൊരു തോട്ട് മാത്രമേ ഉള്ളൂ. ഇതാണ് പോസ്റ്റിനുള്ള കമൻറ്റ്. ഇനി ഒരുപാട് വീഡിയോസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം രേണുവിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഫസ്റ്റ് നോക്കാം. രേണുസുധിയാണ്. അപ്പൊ എന്റെ ഏത് റീൽ എടുത്താലും കോമൺലി വരുന്നൊരു കമന്റ് ആണ്, എല്ലാം സുധിച്ചേട്ടന് വേണ്ടി. അത് പിന്നെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടല്ലാതെ നിങ്ങളുടെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എനിക്ക് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ പറ്റുമോ? എല്ലാം എന്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലേ സുധിച്ചേട്ടാ? ഇത് എന്റെ ഹസ്ബൻഡാണ്. അപ്പൊ എനിക്കിഷ്ടമുള്ള പോലെ ഫോട്ടോ പിടിക്കും, ഫോട്ടോ എടുക്കും, ഫോട്ടോ ഇവിടെ പുറകെ വെച്ച് ചിലപ്പോൾ റീൽ ചെയ്യും. ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, കാരണം ഇറ്റ്സ് മൈ ഹസ്ബൻഡ്. ഓക്കെ, അല്ലാതെ നിങ്ങളാരുടെ ഭർത്താക്കന്മാരുടെ ഫോട്ടോ പിടിച്ച് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇറ്റ്സ് മൈ ഹസ്ബൻഡ്, കൊല്ലം സുധി. ഓക്കെ, യെസ്. സുധിച്ചേട്ട വിട്ടു പോകുന്നില്ല. നിങ്ങൾ നോക്ക്, പിടിച്ചേക്കുന്നുണ്ടല്ലേ, സുധിച്ചേട്ടാ വിടൂ. അപ്പം നിങ്ങളുടെ കോമൺ കമന്റിലുള്ള റിപ്ലൈ ആണ് യെസ്, എല്ലാം സുധിച്ചേട്ടന് വേണ്ടി മാത്രം. ഈ ഒരു സാധനം കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡി ഫണ്ണിയായി തോന്നിയത് ഈ ലാസ്റ്റ് ഭാഗമാണ്. രേണുസുധീൻ്റെ ക്ലോത്തുമായിട്ട് സുധിയുടെ ഫ്രെയിമിൻ്റെ ബാക്കിലുള്ള ഒരു സാധനം പിൻ ചെയ്ത സമയത്ത് ദേ നോക്കൂ, സുധിച്ചേട്ടൻ ഇത് വിട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഒരു തരത്തിലുള്ള ഡ്രാമയായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? എനിക്ക് പേഴ്സണലി ഇതൊക്കെ കാണുന്ന സമയത്ത് പക്ക ഡ്രാമയായിട്ടും ഫേക്കിംഗ് ആയിട്ടുമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ജെനുവിനിറ്റിയോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇവർ ഇതിൽ കൂടെയൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. ഇവരുടെ ഈ വീഡിയോന് താഴെ വന്ന കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്ന്. രേണുസുധി പല ഷോർട്ട് ഫിലിമുകൾ അല്ലെങ്കിൽ പല ആക്ടിങ്ങുകൾ, പല മോഡലിങ്ങുകൾ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരാളും കുറ്റം പറയുന്നില്ല. ഓൺലൈൻ മീഡിയക്കാരുടെ അടുത്ത്
കാണിച്ചു കൂട്ടുന്ന ചില കോമാളിത്തരങ്ങളെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു അക്ഷയുമായി ചേർന്ന് നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇവർ കാണിച്ചിട്ടുണ്ട്, കുറേ ഡബിൾ മീനിങ് ഉള്ള കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്തു വെച്ചാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. ആൻഡ് ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മളെല്ലാവരും കയറി ചോദിക്കുന്നത്, ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന ഒരു സാധനമുണ്ട്. ആൻഡ് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ. ഞങ്ങളുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ കണ്ടവരുടെ ഹസ്ബൻഡിനെയാണോ ചോദിക്കേണ്ട ആവശ്യമില്ല. അവരുടെ പേര് പറയാനുള്ള ഒരു അധികാരം നിങ്ങൾക്കില്ലല്ലോ, അതിപ്പോൾ എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പറയുന്നതിനും അല്ല പറയുന്നത്. ആ വ്യക്തിനെ നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ടൂളായി ഉപയോഗിക്കുന്നതിനെ മാത്രമാണ് പറയുന്നത്. ആ വ്യക്തിയുടെ പേര് കൊണ്ട് ഇല്ലാത്ത സഹതാപം നേടാൻ വേണ്ടി നിങ്ങൾ കളിക്കുന്നതിനുമാണ് നമ്മൾ പറയുന്നത്. സോ എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ ഹസ്ബൻഡ് വെച്ച് ഞാൻ എന്തു പറയും, അത് കൊല്ലം സുധി നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണ്, നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് എന്ന് കരുതി അതൊരു ടൂളാക്കാനോ അഭിനയാക്കാനോ ഡ്രാമയാക്കാനോ ഒരിക്കലും നിൽക്കരുത്. ഇനി കുറച്ച് രസകരമായിട്ടുള്ള ചോദ്യോത്തരങ്ങളിലോട്ട് നമുക്ക് കടക്കാം. ആ കുഞ്ഞിന് 6 വയസ്സേ ഉള്ളൂ. അതിനെ ഞാൻ മേക്കപ്പ് ബ്യൂട്ടി പാർലറിൽ കൊണ്ട് മേക്കപ്പ് പിടിപ്പിച്ചിട്ടാണോ ഞാൻ വീട്ടിൽ ഇരുത്തേണ്ടത് കുഞ്ഞിനെ? ഇതൊരു മനുഷ്യരാടേ. അങ്ങനെയില്ല, നെഗറ്റീവ് വരട്ടെ. നെഗറ്റീവ് പറയുന്നവർക്ക് നെഗറ്റീവ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പോസിറ്റീവായിട്ടൊന്നും. റീസെൻ്റ്ലി രേണുസുധിയുടെ അക്കൗണ്ടിൽ ഋതപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് മേ ബി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനും പേഴ്സണലി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളുമില്ല. എന്നാൽ ഇപ്പോൾ കറൻ്റ് ഈ ക്വസ്റ്റ്യനിൽ കൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ വീഡിയോൻ്റെ താഴെ കുറേ കമൻസും കാര്യങ്ങളും വന്നു എന്നാണ്. അപ്പോൾ ഒരു കുട്ടീനെ ഈ രീതിയിൽ മോശമായിട്ടുള്ള കമൻസ് ആരാണോ പറഞ്ഞിട്ടുള്ളത് അതൊരു വിധേനയും യോജിക്കാൻ പറ്റുന്നൊരു സാധനം അല്ല. പക്ഷേ പണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, കുട്ടീൻ്റെ കഴുത്തിൻ്റെ മുകളിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ പോലെ എന്തോ ഒരു കാര്യങ്ങൾ വന്ന സമയത്ത് മീഡിയക്കാർ രേണുവിൻ്റെ അടുത്ത് ഇതെന്താ പറ്റി എന്ന് ചോദിച്ചപ്പോൾ അതെന്താ എന്നറിയാത്ത രീതിയിൽ രേണു പെരുമാറിയത്, അതിനെ നമ്മൾ കുറ്റം പറയണം. കുട്ടിക്ക് ഇപ്പോൾ ഒരു ഹൈജീൻ കുറവ് പോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അമ്മേനെ തന്നെയാണ് കുറ്റം പറയേണ്ടത്. അമ്മയാണ് കുട്ടീനെ നീറ്റായി വളർത്തി കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് കുട്ടിയുടെ സൈഡിൽ ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഒന്നും അറിയത്തില്ല, സാഹചര്യം പോലെ കഴിക്കണോ വേണ്ടോ എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു കറക്റ്റ് ഒരു തീരുമാനം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, സത്യം പറയാമല്ലോ. എന്തിനാണ് ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇനി കല്യാണത്തിലോട്ട് പോകുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇവരെ പറയുന്നതിന് മുമ്പ് മെയിനായിട്ട് ഈ ഓൺലൈൻ മീഡിയക്കാരോട് നിങ്ങൾ എന്തിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നത്? ആൻഡ് ഓക്കെ, ഇനി ഇവരവിടെ കടക്കട്ടെ. രേണുസുധീനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രേണുസുധീൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കോൺട്രവേഴ്സി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയിട്ടുള്ളത്. ഇതേ സെയിം ചോദ്യം ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഈ ക്വസ്റ്റ്യനോട് റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ റിപ്ലൈ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു കൈൻഡ് ഓഫ് റിപ്ലൈ എന്തുകൊണ്ട് രേണുസുധി പറയുന്നില്ല? പകരം പല വീഡിയോകളിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, തനിക്ക് പ്രശ്നം വരുമെന്നും തനിക്ക് നെഗറ്റീവ് കോൺട്രവേഴ്സി വരുമെന്ന് കരുതി വെക്കുന്ന ചോദ്യങ്ങൾക്ക് രേണുസുധി വീണ്ടും വീണ്ടും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആള് മുസ്ലിം ആണെന്നുള്ളത് ശരിയാണോ? അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇല്ലല്ലോ. ഇപ്പൊ എന്തെല്ലാം റിലീവ് ചെയ്യും കമന്റിൽ പറഞ്ഞത് കമന്റുകാർ പറയട്ടെ. കണ്ടോ, ഈ ഒരു ക്ലിപ്പിങ്ങിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുസ്ലിം എന്നൊരു സാധനവും UK കാരൻ എന്നൊരു സാധനവും, ഈ രണ്ട് സാധനവും കമൻറ്റോളികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമോ അല്ലെങ്കിൽ വ്ളോഗേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമോ അല്ല. പല സമയങ്ങളിലും ഇവർ പോകുന്ന ഇൻ്റർവ്യൂവിനും അല്ലെങ്കിൽ പ്രൊമോഷൻ പോലെയുള്ള ഏരിയകളിൽ ഓൺലൈൻ മീഡിയക്കാർ വന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർക്ക് തോന്നുന്ന രീതിയിൽ ഇവർ കൊടുക്കുന്ന ഒരു മറുപടിയാണ്. ഈ കൈൻഡ് ഓഫ് മാർക്കറ്റിങ്ങിനും ഈ കൈൻഡ് ഓഫ് നെഗറ്റീവ് പബ്ലിസിറ്റിനുമാണ് നമ്മളെല്ലാവരും എടുത്ത് സംസാരിക്കുന്നത്. ഈ പറഞ്ഞ വീഡിയോയിൽ ഇവരുടെ ഒരു ഫേസ് എക്സ്പ്രഷൻ നോക്ക്, അതിലൊരു കള്ളത്തരമുണ്ട്. പക്ഷേ ആക്ച്വലി ഇവർക്ക് പ്രത്യേകിച്ച് ഒരു കള്ളത്തരവുമില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിലോട്ട് ഒരു ക്യൂരിയോസിറ്റി ഇട്ട് കൊടുക്കുകയാണ്. ഈ ക്യൂരിയോസിറ്റിയിൽ തന്നെ പിടിച്ചുകൊണ്ട് കയറുന്ന കുറേ കമൻറ്റോളുകളുണ്ട്. ആ കമൻറ്റിനെ എൻജോയ് ചെയ്തുകൊണ്ടിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് ഇവരുടെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ ക്യാരക്ടറിനെയാണ് നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല വ്ളോഗേഴ്സും എടുത്ത് സംസാരിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. അല്ലാണ്ട് രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് പേഴ്സണലി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ആളുടെ ലൈഫും കാര്യങ്ങളുമായിട്ട് നല്ല വെൽ സെറ്റിൽഡ് ആയിട്ട് പോകണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്.
പക്ഷെ ഇവിടെ നമ്മളിത് സംസാരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് വേണ്ടാത്ത തരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിലൊരു മെയിൻ കോൺട്രവേഴ്സിയാണ് കല്യാണം. അത് എന്ന് തുടങ്ങി എന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ ഇന്നലത്തെ ഇനാഗ്രേഷനിൽ വരെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് രേണുസുതി സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഒരു മേജർ ചോദ്യങ്ങൾ. ഇനി രേണുസുതിയുടെ വീടിന്റെ ഒരു കോൺട്രവേഴ്സി നമുക്കൊരു ചെറിയൊരു പീസ് കാണിച്ചു തരാം. ആ വീട് ചോരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ എന്നെ അവരുടെ സുധിയുടെ വൈഫിന്റെ ഫാദർ എന്നെ നിരന്തരം വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിച്ച് എന്നോട് ചൂടാകുന്നു. അതുപോലെ ചെറിയൊരു ഷീപ്പ് വെച്ച് അതിനെപ്പറ്റി ഇനി പറയണ്ട, വെറുതെ നമ്മള് മറന്ന അധ്യായങ്ങളാണ് അതൊക്കെ. നമ്മൾ അതൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് പ്രോബ്ലം. നമ്മളിപ്പോ നമ്മളെ ആ നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. ചില്ലറ തൊട്ടുകളില്ലേ, പൈസ ചില്ലറ തൊട്ടുകൾ, അതെപ്പോഴും ചില പല സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. നോട്ടുകെട്ടുകൾ ഒരിക്കലും സൗണ്ട് ഉണ്ടാക്കത്തില്ല. ഞാൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു റീസൺ, അവസാനം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ചില്ലറകൾ എപ്പോഴും സൗണ്ട് ഉണ്ടാക്കും, നോട്ടുകെട്ടുകൾ സൈലന്റ് ഉണ്ടാക്കില്ല എന്നുള്ളത്. ഞാൻ രേണുസുധീനെ എപ്പോഴോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ചോർച്ചയും പറഞ്ഞുകൊണ്ട് രേണുസുധീൻ്റെ വീട്ടുകാരെ ഞങ്ങൾ ഒരുപാട് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ആൾ പറഞ്ഞത്. ആൾ ആരാന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയും. അപ്പം അതാണ് ഞാൻ പറയുന്നത്, ഇവരുടെ ഒരു ഇന്നർ ക്യാരക്ടറാണ് പല വ്യക്തികളും മനസ്സിലാക്കിയിട്ടാണ് ബ്ലോക്ക് ചെയ്യുക. നമ്മളെപ്പോഴും ഒരു വ്യക്തിനെ ബ്ലോക്ക് ചെയ്യുക, ഇനി ഒരിക്കലും അയാളെ കാണരുത്, മിണ്ടരുത്, കേൾക്കരുത് എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ അയാൾ നമ്മളുടെ ലൈഫിൽ ഒരു ശല്യമാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. ഇവരെ സഹായിച്ചിട്ടുള്ള വ്യക്തികൾക്ക് തന്നെ ഇവരൊരു ശല്യമായി തീർന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളോടൊക്കെ ഇത്ര പ്രശ്നം എന്ന് എനിക്കറിയില്ല. ഇപ്പം ഇന്ന് ഞാൻ ഈ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോൻ്റെ താഴെയും എനിക്ക് വരാൻ പോകുന്ന പല കമൻറ്റുകളുണ്ട്, അവരവരെ വഴിക്ക് വിട്ടൂടെ, നിങ്ങൾ എന്തിനാണ് ഇത് നോക്കുന്നതെന്ന്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് നിങ്ങളാരും കാണുന്നില്ലേ? അവർ ചെയ്യുന്നതിനോ കാണിക്കുന്നതിനോ പറയുന്നതിനോ ഒരു പ്രശ്നവുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പണിയുമില്ലേ, നിങ്ങൾക്ക് അവരെ ജീവിക്കാൻ വിട്ടൂടെ എന്ന്. എന്തുവാടേ? വേറൊരു കമന്റ് കൂടെ വന്നു, അങ്ങനെ ഒരാൾ വന്നാൽ ചേച്ചിക്ക് ഇപ്പൊ കിട്ടുന്ന ഫ്രീഡം കിട്ടത്തില്ല. സത്യം പറഞ്ഞ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ സത്യം പറഞ്ഞ ഇപ്പൊ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി, സുധിച്ചേട്ടൻ ജോലി ചെയ്ത് കൊണ്ടുവരുമായിരുന്നു, മനസ്സിലായോ? അല്ലാതെ ഞാൻ ഈ സെലിബ്രിറ്റി ആകാൻ വേണ്ടിയിട്ട് വന്ന ഒരാളല്ല. ഒരു ഒഴുക്കിനനുസരിച്ച്, ഞാൻ എന്നും പറയുന്നത് അത് ഒഴുക്കിനനുസരിച്ച് വന്നതാണ്. എന്തായാലും സുധിച്ചേട്ടന്റെ അനുഗ്രഹം എന്റെ കൂടെ തന്നെ ഉണ്ട്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമില്ല, വീട്ടിൽ ഇരുന്നേനെ. അപ്പൊ ഏട്ടന്റെ അകാല വിയോഗത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത് ഈ ഒരു അവസരം. അപ്പൊ കുഞ്ഞിലെ തൊട്ടേ ഞാൻ ഡാൻസും പാട്ടും ചെറിയ ചെറിയ അഭിനയമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതായിരുന്നു, അത് നിങ്ങൾക്ക് ആർക്കും അല്ലെങ്കിൽ പുറമെ ഉള്ളവർക്ക് ആർക്കും അറിയത്തില്ല. ഏതായാലും രേണുസുതി കല്യാണം കഴിക്കണം എന്നൊരു അഭിപ്രായം തന്നെ ഉള്ള ഒരാളാണ്. രേണുസുതി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ കളികളിൽ എന്തായാലും ഒരു കുറവ് വരും. രേണുസുതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ കറക്റ്റാണ്. രേണുസുതിയുടെ റീൽസ് കാര്യങ്ങൾ, കൊല്ലം സുധിയുടെ പണ്ടത്തെ അക്കൗണ്ടോ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള പഴയ റീൽസോ കണ്ടിട്ടുണ്ടേ അറിയാം. അത്യാവശ്യം മേക്കപ്പ് ചെയ്ത് റീൽസും കാര്യങ്ങളും ചെയ്ത് നടക്കുന്ന ആൾ തന്നെയാണ് രേണുസുതി. അതില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇപ്പോഴും രേണുസുതി പുറത്തിറങ്ങിയിട്ടുള്ളത് രേണുസുതിയുടെ ജീവിതം ഫ്രണ്ടോട്ട് കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന അതേ അഭിപ്രായമുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. അതിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. രേണുസുതി വിവാഹം കഴിക്കണം, ആക്ട് ചെയ്യണം, മോഡലിംഗ് ചെയ്യണം, ഇഷ്ടമുള്ള വസ്ത്രം ഇടണം, ഇഷ്ടമുള്ള സ്പേസ് പോകണം, ഇതിനൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ ഇവർ ഈ വെറുതെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കോൺട്രവേഴ്സീസും പ്രശ്നങ്ങളും ഈ ഇല്ലാത്ത കാര്യങ്ങളുമാണ് നമുക്കിങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നത്. പല മീഡിയങ്ങളുടെ ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇങ്ങനത്തെ ചോദ്യം കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഈ ലാലേട്ടൻ്റെയും മമ്മൂട്ടീൻ്റെ പുറകെ ഉള്ളാത്ത മീഡിയക്കാരൊന്നും എന്തായാലും രേണുസുതിയുടെ പുറകെ ഒന്നും ഇല്ലല്ലോ. അവരെക്കാൾ കൂടുതൽ വീഡിയോസും ഡയലോഗ്സും കാര്യങ്ങളുമാണ് ഡെയിലി രേണുസുതിയായി ബന്ധപ്പെട്ട് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവരതിനുള്ളൊരു സ്പേസ് കൊടുക്കുകയാണ്. ആ സ്പേസ് കൊടുക്കുന്ന എന്തിനാണ്? ഒരു കോൺട്രവേഴ്സി ഉണ്ടാവാൻ വേണ്ടി, അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി. ആ ലൈം ലൈറ്റിൽ നിൽക്കാൻ ഇവർ തിരഞ്ഞെടുത്ത മാർഗം പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവാണ്. ആ നെഗറ്റിവിറ്റി കാണുന്നതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മളൊരു ചാനൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ചേച്ചി ഒറ്റയ്ക്ക് ജീവിതം മടുത്തു, വരണ തേടുവാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ സ്റ്റോറി ഇട്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ മാനസികാവസ്ഥ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കൂടുതൽ തലച്ചോറ് പ്രവർത്തിക്കുന്ന ആളാണ് പുരുഷന്മാരെക്കാളും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുവാണ്. അപ്പം നമുക്ക് ഒരുപാട് ചിന്തകളും എന്താ പറയാ, ഒരുപാട് ചിന്തകൾ കാണും. ആ ഒരു ചിന്തയിൽ ചിലപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നിക്കാണും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ ഇമോഷൻസ് എന്തായാലും സോഷ്യൽ മീഡിയ ആയിട്ട് പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് അറിയാലോ, എവിടെ പോയാലും ഞാൻ സോഷ്യൽ മീഡിയ ആയിട്ട് പങ്കുവെക്കുന്ന ആളാണ്. സോ അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടു. അത് എന്റെ ഇഷ്ടമല്ലേ, അന്നത്തെ ചിന്തയിൽ ഞാൻ ഇട്ട സ്റ്റോറിയാണ്.
അന്നേരത്തെ ചിന്തയിലിട്ടൊരു സ്റ്റോറിയാണ്. അല്ലാണ്ട് ഒരിക്കലും ഒരു വിഷയം അവനോ ഡിസ്കഷൻ ആവാനോ വേണ്ടിയിട്ടല്ല. എല്ലാവരും അങ്ങനെയാണ്. ലൈഫിൽ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്ന ആ സമയം തന്നെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഒരു സ്റ്റോറി എഴുതിയിടും, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്. അങ്ങനെയാണല്ലോ ഇമോഷൻ. കാരണം എന്ത് ഇമോഷൻ വന്നാലും ഇപ്പോൾ രേണുസുതിക്ക് തോന്നുന്ന എല്ലാ ഇമോഷനും രേണുസുതി ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും സുധിച്ചേട്ടാ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ? മക്കളെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ? കിച്ചുവിന് റീച്ച് കിട്ടിയാലേ എന്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ? കിച്ചുവിൻ്റെ ഫോട്ടോ ഇടും, ഒന്നും ഇട്ട് കണ്ടിട്ടില്ല. രേണുസുതി ആകെ ഇടുന്നത് പ്രശ്നങ്ങളാവും, ആൾക്കാർ ശ്രദ്ധിക്കും, ചൊറിയും, ഡിസ്കഷൻ ആവും എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രം. അതുപോലെ തന്നെ ഇപ്പം ദാസേട്ടനുമായിട്ട് ഈ ഇടയ്ക്ക് നടന്നൊരു ആൽബത്തിൽ പല രീതിയിലും പലരും പല കമന്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒഴുകി ചേർന്നു, ഓവറായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ. അങ്ങനെ പറയുന്നവരുടെ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അഭിനയമായിട്ട് തന്നെ കാണുക. ഓവറായിട്ട് ഒഴുകി ചേർന്ന് അഭിനയിക്കാൻ ഡയറക്ടർ പറഞ്ഞാൽ ആ ക്യാരക്ടർ അത് ചെയ്യും. ഞാൻ ഇനിയിപ്പോ സിനിമയ്ക്കകത്ത് അങ്ങനെ വരുമോന്ന് എനിക്കറിയത്തില്ല. ഒരു ഐറ്റം ഡാൻസ് കളിക്കുക രേണുസുതി എന്ന് പറഞ്ഞാൽ എനിക്ക് കംഫോർട്ടബിൾ ആണ്, ഞാൻ ചെയ്യും. പക്ഷെ അതൊന്നും ഒരിക്കലും തെറ്റു പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അഭിനയമായിട്ട് തന്നെ കാണണം. പക്ഷേ അഭിനയമായി കാണിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ആ കാണിച്ച പീസ് വെച്ചുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുകയും ആൻഡ് ആ ഷോർട്ട് ഫിലിമുമായി ബന്ധമില്ലാത്ത പല സീനുകൾ അഭിനയിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് അഭിനയം കാണാൻ നമുക്ക് നന്നായിട്ട് അറിയാം. ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കേണ്ടി വന്നാൽ അഭിനയിക്കും. ഇനി ഐറ്റം ഡാൻസ് അല്ല, ഇനി ബിക്കിനി ഡാൻസ് ആണെങ്കിലും അതൊക്കെ താങ്കൾ കംഫർട്ടബിൾ ആണെങ്കിൽ താങ്കൾക്ക് ചെയ്യാം. പക്ഷേ ആ ചെയ്ത പീസ് വെച്ച് മാർക്കറ്റിംഗ് ചെയ്യാം, ചെയ്ത പീസ് വെച്ചിട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുക, ആൻഡ് അതിൽ വേണ്ടാത്ത ചില പീസുകൾ ചിത്രീകരിക്കുക. അതുപോലെ തന്നെ ഇപ്പം ഇതിനു മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് UK-ലാണ് കാമുകൻ ഉണ്ടായിരുന്നത്. അത് ഞാനല്ലല്ലോ പറഞ്ഞത്. UK എന്നൊരു സംസ്ഥാനം, എന്തുകൂടെ രാജ്യം മതി കൈസ്, മൂട് പോയി. UK-നെ പിടിച്ചിട്ട് അങ്ങ് സംസ്ഥാനമാക്കിയിട്ടുണ്ട്. ഇത്രയും വിവരദോഷിയായിരുന്നു രേണുസുതി എന്ന് ഇപ്പോഴാണ്. ഇവരെ പറ്റി സംസാരിക്കുമ്പോൾ ബേസിക്കലി കുറച്ചെങ്കിലും ബുദ്ധിയും വിവരവും ബോധമൊന്നും ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർക്ക് തെറ്റുപറ്റിയതായിരിക്കാം. കാരണം ഈ വീഡിയോൻ്റെ നെക്സ്റ്റ് പീസിൽ രാജ്യം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും UK-നെ പിടിച്ച സംസ്ഥാനം എന്ന് പറയാൻ തോന്നിയിട്ടുള്ള ആ ഒരു തേജോവികാരത്തെ ശരിക്കും പറയേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് രേണുസുതി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കോൺട്രവേഴ്സികൾ ഇതൊക്കെയാണ്. മരണത്തെക്കുറിച്ച് പറയലും, കാമുകനെ കുറിച്ച് പറയലും, കല്യാണത്തെക്കുറിച്ച് പറയലും, എല്ലാ സാധനങ്ങളും. എന്തായാലും വരും ദിവസങ്ങളിലും പുതിയ പുതിയ കോൺട്രവേഴ്സി കാര്യങ്ങൾ കാണാം. സോ അവസാനിപ്പിക്കുക എന്നല്ല പറയുന്നത്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത കോണ്ടന്റ് രേണു ചേച്ചി ഇടുമ്പോൾ അതേ കോണ്ടന്റ് വെച്ച് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, ബൈ.